അക്ഷരമുറ്റൻ ക്യൂസ്. ഇതിനകത്ത് ജൂൺ മാസത്തിലെ അക്ഷരമുറ്റ പതിപ്പിൽ നിന്നുള്ളതും പത്രത്തിൽ നിന്നുള്ളതുമായ ചോദ്യോത്തരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2022 ഫിഫ ലോക ഫുട്ബോൾ കപ്പിന് ആതിഥേയം വഹിച്ച രാജ്യമേത്? ഉത്തരം ഖത്തർ. കാഴ്ച പരിമിതിക്കാർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബ്? ഉത്തരം ലൂയി. പ്രാണവായു, ജലം, പോഷകങ്ങൾ എന്നിവ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആര്? ഉത്തരം രക്തം. ആരാണ് ചുഴലിക്കാറ്റിന് സൈക്ലോൺ എന്ന് പേര് നിർദ്ദേശിച്ചത്? ഉത്തരം ഹെൻറി പിഡിങ്ടൺ. രക്തം ദാനം ചെയ്യുന്നതിന് ശരീരഭാരം കുറഞ്ഞത് എത്ര വേണം? ഉത്തരം 45 കിലോഗ്രാം. സിംഗപ്പൂർ തുറന്നുകൊടുത്ത വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ട് ഏത്? ഉത്തരം ദ ഫ്ലോട്ട് അറ്റ് മറീന ബേ. തൊലിക്ക് വിവിധ വർണ്ണങ്ങളുള്ളതും കണ്ടാൽ പെയിൻറ് പോലെ തോന്നുന്ന മരത്തിൻ്റെ പേര്? ഉത്തരം റെയിൻബോ യൂക്കാലിപ്റ്റസ്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം? ഉത്തരം ദുബായ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക കാലാവസ്ഥ സംഘടന ഏത്? ഉത്തരം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. അമേരിക്കൻ ഐക്യനാടുകളിൽ കാണപ്പെടുന്ന ഫാരൻസി എറിട്രോഗ്രാമ എന്ന ത്വക്കിന് വിവിധ വർണ്ണങ്ങളുള്ള പാമ്പിൻ്റെ മറ്റൊരു പേര്? ഉത്തരം റെയിൻബോ പാമ്പ് ഓർ റെയിൻബോ സ്നേക്ക്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ ടൂറിസ്റ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യക്കാരൻ? ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന വിവിധ വർണ്ണങ്ങളുള്ള തത്തയെ വിളിക്കുന്ന പേര്? ഉത്തരം റെയിൻബോ ലോറിക്കീറ്റ്. ആരോഗ്യമുള്ള ഒരാൾക്ക് രക്തം ദാനം ചെയ്യാനുള്ള പ്രായം? ഉത്തരം 18-നും 60-നും ഇടയിൽ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇറിഡിയം. 2004 ശ്രീലങ്കയിലെ സുനാമി ബാധിതരെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ദൗത്യമേത്? ഉത്തരം ഓപ്പറേഷൻ റെയിൻബോ. ലോക രക്തദാന ദിനം എന്ന്? ഉത്തരം ജൂൺ 14. രക്തം ദാനം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ? ഉത്തരം ദാതാവിന് ആരോഗ്യം വർദ്ധിക്കുന്നു, ഹൃദയരോഗ സാധ്യത കുറയുന്നു. ഏത് ശാസ്ത്രജ്ഞനാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്? ഉത്തരം കാർൽ ലാൻസ് സ്റ്റീനർ. മാറിവരുന്ന കാറ്റുകളുടെ പേര് അംഗീകരിക്കുന്നത് ഏത് സംഘടനയാണ്? ഉത്തരം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. പേരുകൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 8 അക്ഷരങ്ങൾ കൂടാൻ പാടില്ല. മതപരമായി യാതൊരു ബന്ധവും പാടില്ല. ചുരുക്കി പറയാൻ എളുപ്പമുള്ള പേരുകളാവണം. മറ്റു രാജ്യക്കാർ പേരുകൾ എതിർക്കാൻ പാടില്ല. 2017 കേരളത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്? ഉത്തരം ഓഗി. ബംഗ്ലാദേശുകാരാണ് ഓഗി എന്ന പേരിട്ടത്. ബംഗ്ലാദേശ് സാർക്ക് അംഗരാജ്യത്തിലാണോ? ഉത്തരം അതെ. ഓഗി എന്ന പേരിൻ്റെ അർത്ഥം? ഉത്തരം കണ്ണ്. ലോക കാറ്റ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ജൂൺ 15. ലോകത്തിലെ ആദ്യത്തെ കാറ്റ് ദിനം സംഘടിപ്പിച്ചതാര്? ഉത്തരം യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ.
EWEAയുടെ പൂർണ്ണരൂപം. ഉത്തരം യൂറോപ്യൻ വിൻഡ് എനർജി അസോസിയേഷൻ. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി. ഉത്തരം ആശാ ശോഭന. 2024 ലോക പുസ്തക തലസ്ഥാനം. ഉത്തരം സിറ്റി സ്ട്രാസ്ബർഗ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവയോൺമെൻറ്റ് പ്രൈസ് 2024 അർഹനായ ഇന്ത്യക്കാരൻ. ഉത്തരം അലോക് ശുക്ല. പാട്രിയറ്റ് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? ഉത്തരം അലക്സി നവൽനി. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് ലോക സംഘടന പ്രഖ്യാപിച്ച സമ്മാന തുക എത്ര? ഉത്തരം $50,000. ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ലോകത്ത് ആദ്യമായി ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യമേത്? ഉത്തരം ചൈന. പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏത്? ഉത്തരം അരിസോണ. ഓസ്കാർ പുരസ്കാരത്തിൽ പുതിയതായി ഏർപ്പെടുത്തിയ അവാർഡ് വിഭാഗം ഏത്? ഉത്തരം കാസ്റ്റിംഗ് ഡയറക്ടർ. സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പാലസ്തീനിലെ സാംസ്കാരിക കേന്ദ്രം. ഉത്തരം ദ ഫ്രീഡം തിയേറ്റർ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നിമോയിൽ ആദ്യമായി എത്തിയ സഞ്ചാരി ആര്? ഉത്തരം ക്രിസ് ബ്രൗൺ. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏതാണ്? ഉത്തരം ഇൻസ്റ്റോൾട്ട്. മനുഷ്യ ബ്രെയിനിൻ്റെ ചിത്രമാണ് ആദ്യമായി എടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ. ഉത്തരം ഹിഷാം അബ്ദുൽ വഹാബ്. രക്തഗ്രൂപ്പിൻ്റെ പേര് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആൻറ്റിജൻ. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളികളാകുന്ന കേരളത്തിലെ സർവകലാശാല. ഉത്തരം MG സർവകലാശാല. ആരുടെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്? ഉത്തരം ഫാലി എസ് നരിമാൻ. മഴവിൽ രാജ്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്താൻ സർട്ടിഫിക്കേഷൻ നൽകിയ സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി. ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് IMCH. 2024 മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസിസ് സ്കോഗി പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം അമേരിക്ക. എല്ലാ സർക്കാർ മേഖലകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ പുറത്തിറക്കിയ രാജ്യം. ഉത്തരം ബ്രിട്ടൻ. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമായ കോഡെക്സ് ലെസിസ്റ്ററിൻ്റെ രചയിതാവ് ആര്? ലിനാർഡോ ഡാവിഞ്ചി. കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം. ഉത്തരം കുടുംബശ്രീ. കോഴിക്കോട് സാഹിത്യ നഗര ദിനം ആഘോഷിക്കുന്നതെന്ന്?
ഉത്തരം ജൂൺ 23. 18ാമത് ലോകസഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഓം ബിർ. 2024 ജൂണിൽ രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം JP നദ്ദ. 18ാമത് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്? ഉത്തരം രാഹുൽ ഗാന്ധി. താങ്ക്സ് ഫോർ വാച്ചിങ്.